ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി. ബൈബിളിലെ അവസാനത്തെ പുസ്തകമായ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാന പഠനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡാനിയലച്ചൻ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് വെളിപാട് പുസ്തകത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ നിന്നാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം. 6 മുദ്രകൾ തുറക്കുന്നു. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി. ആ 4 ജീവികളിലൊന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അവൻ 2-ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2-ാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവൻ 3-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 3-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു. 1 ധനാറായ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, 1 ധനാറായ്ക്ക് 3 ഇടങ്ങഴി ബാർലി, എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. അവൻ 4-ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് 4-ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണം എന്നു പേര്. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4-1 മേൽ അവർക്ക് അധികാരം ലഭിച്ചു. അവൻ 5-ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിൻ്റെ കീഴിൽ ഞാൻ കണ്ടു. നമ്മൾ ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുന്നതിനെക്കുറിച്ച് വ്യാഖ്യാനിച്ചതിന് ശേഷം 5-ാമത്തെയും 6-ാമത്തെയും മുദ്ര തുറക്കുന്നതിനെക്കുറിച്ചുള്ള പഠനത്തിലേക്ക് കടക്കാം. 5 അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ വായനക്കാർക്ക് ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നൽകുകയാണ് 6-ാമത്തെ അധ്യായം മുതൽ യോഹന്നാന് ലഭിക്കുന്ന വെളിപാടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 6-ാം അധ്യായം മുതൽ കുഞ്ഞാട് സിംഹാസനസ്ഥൻ്റെ വലതുകൈയിലിരുന്ന 7 മുദ്രകളുള്ള പുസ്തകച്ചുരുൾ വാങ്ങി ഓരോ മുദ്രകളായി തുറക്കുമ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ലോകത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് യോഹന്നാൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തലായി നൽകപ്പെടുന്നത്. ഇവിടെ 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ സിംഹാസനസ്ഥൻ്റെ മുമ്പിൽ കണ്ട 4 ജീവികളിലെ ആദ്യത്തെ ജീവി ഇടിമുഴക്കത്തിൻ്റെ ശബ്ദത്തിൽ വരിക എന്ന് പറയുന്നു. ആജ്ഞാപിക്കുന്നത് പോലെ ഒരു സ്വരമാണത്. അപ്പോൾ ആദ്യം കയറി വരുന്നത് ഒരു വെളുത്ത കുതിരയാണ്. ആ കുതിരപ്പുറത്തിരിക്കുന്ന ഒരുവൻ. 2-ാമതായി വരുന്നത് തീ നിറമുള്ള, അല്ലെങ്കിൽ രക്തനിറമുള്ള, അല്ലെങ്കിൽ ചുവപ്പ് നിറമുള്ള ഒരു കുതിരയും ആ കുതിരപ്പുറത്തിരിക്കുന്നവനും. 3-ാമത്തെ ജീവി വിളിക്കുമ്പോൾ കടന്നു വരുന്നത് ഒരു കറുത്ത കുതിരയും ആ കുതിരപ്പുറത്തിരിക്കുന്നവനും. 4-ാമത്തെ ജീവി വിളിക്കുമ്പോൾ വരുന്നത് ഒരു വിളറിയ കുതിര. ആ കുതിരപ്പുറത്തിരിക്കുന്നവന് പേര് മരണം എന്നാണ്. എന്താണ് ഈ കുതിരയും കുതിരപ്പുറത്തിരിക്കുന്നവരും ഓരോ ജീവികൾ വിളിക്കുമ്പോൾ വരുന്നത് വഴിയായി സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നതിന് ചില പഴയ നിയമ പശ്ചാത്തലങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് സക്കറിയ പ്രവാചകൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തിൽ, സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 7 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലും, അതുപോലെ തന്നെ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ഇതുപോലെ തന്നെ നമുക്ക് കുതിരയെയും കുതിരക്കാരനെയും ദർശനത്തിൽ കാണുന്ന സക്കറിയ പ്രവാചകൻ്റെ ആ വെളിപ്പെടുത്തലിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിലെ 4 കുതിരകളെയും കുതിരക്കാരെയും കണ്ടാൽ നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ അർത്ഥം വ്യക്തമാകും. എന്താണ് സക്കറിയ പ്രവചനത്തിലെ ഈ കുതിരക്കാരുടെ ദർശനത്തിൻ്റെ അർത്ഥം? ദൈവജനത്തെ പീഡിപ്പിക്കുന്ന ജനതകൾക്ക് നേരെയുള്ള ദൈവത്തിൻ്റെ ശിക്ഷാവിധി നടപ്പാക്കുന്നതിൻ്റെ അടയാളമായിട്ടാണ് ഈ 4 കുതിരകളെയും കുതിരക്കാരെയും സക്കറിയ കാണുന്നത്. പ്രവാസത്തിൽ നിന്ന്, ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരികെ എത്തിയ ജനം ദേവാലയം പുനർനിർമ്മിക്കുന്നതിൻ്റെയും ദൈവജനം വീണ്ടും ദൈവത്തിൻ്റെ സ്വന്തം ജനമെന്ന നിലയിൽ
പുനരുദ്ധരിക്കപ്പെടുന്നതിൻ്റെയും അടയാളമായി ഈ ദർശനങ്ങൾ സക്കറിയ കാണുകയാണ്. അവിടെ ദൈവജനത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ സക്കറിയ കാണുന്ന ദർശനത്തിൽ യൂദായെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ജനതകളുടെ മേൽ ദൈവം നടത്തുന്ന ശിക്ഷാവിധിയുടെ അടയാളങ്ങളായിട്ടാണ് സക്കറിയ പ്രവചനത്തിൽ ഈ കുതിരകളുമായി ബന്ധപ്പെട്ട ദർശനങ്ങളുടെ അർത്ഥം. അപ്പോൾ ഈ സക്കറിയായിലെ പ്രവചനങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ വെളിപാട് പുസ്തകത്തിലെ 4 കുതിരക്കാരുടെയും കുതിരകളുടെയും ദർശനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം, ദൈവ മക്കളെ, വിശ്വാസികളെ, വിശുദ്ധരെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന, അടിച്ചമർത്തിക്കൊണ്ടിരുന്ന, ഞെരുക്കിക്കൊണ്ടിരുന്ന ജനതകളുടെ മേൽ ദൈവം ശിക്ഷാവിധി നടപ്പാക്കാൻ പോകുന്നു എന്നതാണ് ഈ 4 കുതിരക്കാരിലൂടെയും കുതിരകളിലൂടെയും വായനക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആദ്യത്തെ കാര്യം. ദൈവം സമാധാനത്തോടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ലോകഗതിയെ, അതിൻ്റെ സമാധാനത്തെ അസ്വസ്ഥമാക്കുകയും ഡിസറപ്റ്റ് ചെയ്യുകയും രക്ഷാകര ചരിത്രത്തിൻ്റെ അന്തിമഘട്ടത്തിൽ പൂർത്തിയാകാൻ പോകുന്ന സംഭവങ്ങൾക്ക് ഒരുക്കമായി വിനാശങ്ങൾ ലോകത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഒരു കാര്യം പ്രത്യേകം നമ്മൾ ഈ കുതിരക്കാരെ സംബന്ധിക്കുന്ന ദർശനം വായിക്കുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കേണ്ടതുണ്ട്. ദൈവം ജനതകളെ ശിക്ഷിക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മളിതിനെ കാണേണ്ടത്. മറിച്ച് പാപം പെരുകുകയും മനുഷ്യൻ്റെ അനർത്ഥങ്ങളും അകൃത്യങ്ങളും അത്രമേൽ വ്യാപകമാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി മാനവകുലത്തിൻ്റെ മേൽ പാപത്തിൻ്റെ അനന്തരഫലമായി വന്ന് ഭവിക്കുന്ന ശിക്ഷാവിധികളെ ദൈവം അനുവദിക്കുന്ന ശിക്ഷാവിധികളായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവം ശിക്ഷകൾ അയക്കുകയല്ല, മറിച്ച് പാപത്തിൻ്റെ നാശം ജനതകൾ അനുഭവിക്കുന്നത് ദൈവം കാണിച്ചു തരികയാണ്. അത് ദൈവം പെർമിറ്റ് ചെയ്യുകയാണ്, ദൈവം അനുവദിക്കുകയാണ്. എന്തിനാണ് ദൈവം ഇത് അനുവദിക്കുന്നത് എന്ന് പിന്നീട് നമ്മൾ ചിന്തിക്കും. നമുക്ക് ഈ കുതിരക്കാരുടെ ദർശനത്തിലേക്ക് കടക്കാം. ഒന്നാമത്തേത്, കുഞ്ഞാട് 7 മുദ്രകളിൽ 1 ആദ്യത്തേത് തുറന്നപ്പോൾ യോഹന്നാൻ കാണുകയാണ്. ആ 4 ജീവികളിൽ ആദ്യത്തെ ജീവി ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ആദ്യം യോഹന്നാൻ കാണുന്നത് ഒരു വെള്ളക്കുതിരയാണ്. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ ഒരു വില്ലുമായിട്ടാണ് ഇരിക്കുന്നത്. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. ഇത് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മിലിറ്ററി അംബീഷൻസിൻ്റെയും പ്രതീകമാണ്. ജനതകളെ അടിച്ചമർത്തി അധികാരം കയ്യേറി ജനതകളെ ഭരിക്കാൻ, രാജ്യങ്ങൾ കീഴടക്കാൻ, അധികാരത്തിൻ്റെ ഉയർന്ന പദവികളിലേക്ക് നടന്നു കയറാൻ, ലൗകികമായ മോഹങ്ങൾ ഓരോ പദവിയും കയറുമ്പോൾ കൂടുതൽ കൂടുതൽ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന അധികാരമോഹത്തിൻ്റെ, അല്ലെങ്കിൽ രാജ്യങ്ങളെ അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന മിലിറ്ററി അംബീഷൻസിൻ്റെ പ്രതീകമായിട്ടാണ് ആദ്യത്തെ ഈ വെള്ളക്കുതിരയുടെ പുറത്ത് വരുന്നവനെ കാണേണ്ടത്. ഈ ഭാഗം വ്യാഖ്യാനിക്കുമ്പോൾ എന്താണ് വെള്ളക്കുതിരയും അതിൻ്റെ പുറത്തിരിക്കുന്നവനും എന്നതിനെ സംബന്ധിച്ച് വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ നമ്മുടെ ഈ ബൈബിൾ പഠനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിലവിലുണ്ട്. ചില ആളുകൾ അത് ആദ്യത്തെ വെള്ളക്കുതിരയുടെ പുറത്ത് വരുന്നവൻ യേശുക്രിസ്തുവാണ് എന്ന വിധത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ കുറെ കൂടി ഈ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിലും ഒരുപാട് കൃത്യതയോടെ ഈ ഭാഗങ്ങൾ വായിച്ച് പഠിച്ച മനുഷ്യരുടെ അഭിപ്രായത്തിലും എനിക്ക് തോന്നുന്നു ഇത് യേശുക്രിസ്തുവിൻ്റെ അടയാളം എന്നതിനേക്കാൾ എതിർ ക്രിസ്തുവിൻ്റെ പ്രതീകമാണ് ഈ വെള്ളക്കുതിരയുടെ പുറത്ത് കയറി വരുന്ന കിരീടം ധരിച്ച ഒരുവൻ. കാരണം നമ്മൾ ക്രിസ്തുവിനെ വെളിപാട് പുസ്തകം 19-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇതുപോലെ തന്നെ കാണുന്നുണ്ട്. വെള്ളക്കുതിരയുടെ പുറത്ത് കയറി വരുന്ന ക്രിസ്തുവിനെ. എതിർ ക്രിസ്തു ക്രിസ്തുവിൻ്റെ വ്യാജനാണ്, ക്രിസ്തുവിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഭാവാദികൾ എതിർ ക്രിസ്തു അനുകരിക്കും. ക്രിസ്തുവിനെ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് എതിർ ക്രിസ്തുവിൻ്റെ ആഗമനം. എതിർ ക്രിസ്തു എന്ന ഒരു വ്യക്തി വരുന്നതായിട്ടല്ല ഇവിടെ നമ്മളതിനെ കാണേണ്ടത്. മറിച്ച് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എതിർ ക്രിസ്തുവിൻ്റെ, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ അരൂപി ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത് പോലെ എതിർ ക്രിസ്തുവിൻ്റെ ലോകത്തിൽ നിലനിൽക്കുന്ന അരൂപി. എന്താണ് ആ അരൂപി? അത് ദൈവം തരാത്ത മാർഗങ്ങളിലൂടെ അധികാരം കൈയാളാനുള്ള എല്ലാ പരിശ്രമങ്ങളുടെയും പിന്നിൽ എതിർ ക്രിസ്തുവിൻ്റെ അരൂപിയുണ്ട്.
ഉദാഹരണത്തിന് ഏദൻ തോട്ടത്തിൽ വെച്ച് ആദി മാതാപിതാക്കന്മാരെ പരീക്ഷിക്കുന്ന സാത്താൻ അവരോട് പറയുന്നത്, ഈ പഴം പറിച്ചു തിന്നാൽ നിങ്ങൾ ദൈവത്തെപ്പോലെ ആകും എന്നാണ്. സത്യത്തിൽ ദൈവം അവരെ സൃഷ്ടിച്ചത് അവരെ ദൈവത്തെപ്പോലെ ആക്കാനാണ്. എന്നാൽ അവർ ദൈവത്തെപ്പോലെ ആകേണ്ടിയിരുന്നത് ദൈവത്തെ ആശ്രയിച്ചും ദൈവത്തിൻ്റെ സ്വരം കേട്ടും ദൈവം പറഞ്ഞ വഴികളിലൂടെ നടന്നുമായിരുന്നു. എന്നാൽ സാത്താൻ അവരെ പ്രലോഭിപ്പിക്കുന്നതും നിർബന്ധിക്കുന്നതും അവരുടെ മനസ്സിൽ വ്യാജമായ ചിന്തകൾ ഇട്ടുകൊടുക്കുന്നതും നിങ്ങൾക്ക് ദൈവത്തെപ്പോലെ ആകാൻ കഴിയും, ദൈവത്തെ കൂടാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് ദൈവമാർഗത്തിൽ കൂടെ അല്ലാതെ നിങ്ങൾ ദൈവത്തെപ്പോലെയായി അധികാരത്തിൻ്റെ ഉയർന്ന പദവികളിലേക്ക് കയറൂ എന്നതായിരുന്നു സാത്താൻ്റെ പ്രലോഭനം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ? ഈ അധികാരമോഹം അത് ബൈബിൾ പഠിച്ച നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഒരാളിൽ മാത്രമല്ല, അത് പിന്നീട് നോഹയുടെ മക്കളിൽ ഹാമിൽ നമ്മൾ കണ്ടു, നിമ്രോദിൽ നമ്മൾ കണ്ടു. ഇങ്ങനെ ദൈവം കൊടുക്കാത്ത വഴികളിലൂടെ അധികാരം കൈക്കലാക്കാൻ ശ്രമിക്കുന്ന ആ അധികാരമോഹത്തിൻ്റെ അരൂപി യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് ലൂസിഫറിൻ്റെ അരൂപിയാണ്. ഞാൻ നക്ഷത്രങ്ങൾക്കുപരി എൻ്റെ സിംഹാസനം സ്ഥാപിക്കും, ഞാൻ അത്യുന്നതനെ പോലെയാകും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആ ലൂസിഫറിൻ്റെ അരൂപിയാണ് എതിർ ക്രിസ്തുവിൻ്റെ അരൂപി. അപ്പോൾ ഒന്നാമത്തെ വെള്ളക്കുതിരയുടെ പുറത്ത് കയറി വരുന്നവൻ ലോക ജനപദങ്ങളുടെ മേൽ അധികാരം ലഭിച്ച് അവയെ കീഴടക്കാനായി പുറപ്പെടുന്നവൻ, ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം പല പ്രമുഖരായ പണ്ഡിതരുടെയും അഭിപ്രായത്തോട് ചേർന്ന് ഞാനും വിശ്വസിക്കുന്നു, അത് എതിർ ക്രിസ്തുവിൻ്റെ അടയാളമാണ്. ഇനി രണ്ടാമത്തെ കുതിര. അവൻ രണ്ടാമത്തെ മുദ്ര തുറന്നപ്പോൾ രണ്ടാമത്തെ ജീവി വരിക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. അധികാരമോഹം മനുഷ്യൻ്റെ ഉള്ളിൽ കയറി കഴിയുമ്പോൾ പിന്നീട് ഉണ്ടാകുന്നത് ആഭ്യന്തര കലഹങ്ങളും അതുപോലെ തന്നെ അന്തർദേശീയ യുദ്ധങ്ങളുമാണ്. സിവിൽ വാറുകളും അതുപോലെ ഇൻ്റർനാഷണൽ യുദ്ധങ്ങളും. അധികാരത്തിനു വേണ്ടി മനുഷ്യർ ഹൃദയത്തിലുള്ള ആഗ്രഹം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഭൂമിയിൽ യുദ്ധങ്ങൾ പെരുകും. യുദ്ധങ്ങൾ പെരുകുന്നതനുസരിച്ച് രക്തച്ചൊരിച്ചിലുണ്ടാവും. അതാണ് ആ ചുവന്ന നിറമുള്ള, തീ നിറമുള്ള, രക്തനിറമുള്ള കുതിര സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഭൂമിയിൽ യുദ്ധങ്ങളിലൂടെ അനേകം പേരുടെ രക്തം ചൊരിയപ്പെടുന്നതിൻ്റെ അടയാളമാണ് ഈ രണ്ടാമത്തെ കുതിരയും ആ കുതിരപ്പുറത്ത് കയറി വരുന്നവനും. ഇതെല്ലാം തന്നെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നതാണ്. അധികാരമോഹവുമായി രാജ്യങ്ങൾ കീഴടക്കാൻ പുറപ്പെട്ടവർ, അതുപോലെ തന്നെ അതിൻ്റെ ഫലമായി ലോകത്തെമ്പാടുമുണ്ടായ യുദ്ധങ്ങൾ, ഉണ്ടായത് മാത്രമല്ല ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, ഇതെല്ലാം തന്നെ വരും കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്നവ എന്ന് പറഞ്ഞ് യോഹന്നാന് കാണിച്ചു കൊടുക്കുകയാണ് ഈ രണ്ടാമത്തെ കുതിരയിലൂടെ. ഇനി മൂന്നാമത്തേതിലേക്ക് പോവാം. അവൻ മൂന്നാമത്തെ മുദ്ര തുറന്നപ്പോൾ വരിക എന്ന് മൂന്നാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര, അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു. ഈ ശബ്ദം വരുന്നത് 4 ജീവികളുടെ മധ്യത്തിൽ നിന്നാണ്. 1 ദനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, 1 ദനാറയ്ക്ക് 3 ഇടങ്ങഴി ബാർലി, എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. 1 ദനാറ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ഒരു ദിവസത്തെ ജോലിക്ക് കിട്ടുന്ന വേതനമാണ്, ജോലിക്കൂലിയാണ്. 1 ദിവസം ജോലി ചെയ്താൽ 1 ഇടങ്ങഴി ഗോതമ്പും 1 ദിവസം ജോലി ചെയ്താൽ 3 ഇടങ്ങഴി ബാർലിയും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ അത് അതിദയനീയമായ മഹാദാരിദ്ര്യത്തെ, ക്ഷാമത്തെ സൂചിപ്പിക്കുന്ന അടയാളങ്ങളാണ്. ഇവിടെ പറയുകയാണ് ഈ മൂന്നാമത്തെ കുതിര, കറുത്ത കുതിര, അത് ദാരിദ്ര്യത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും അടയാളമാണ്. യുദ്ധവും കെടുതികളും ആഭ്യന്തര കലാപങ്ങളും അന്തർദേശീയ യുദ്ധങ്ങളുമെല്ലാം ലോകത്ത് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും അടുത്ത തലത്തിൽ ലോകത്തെമ്പാടുമുണ്ടാകുന്ന വിനാശങ്ങളിലൊന്നാണ് ഈ ക്ഷാമവും ദുരിതവും പട്ടിണിയും. ഇത് ലോകത്ത് നമ്മളിന്ന് അനേകമിടങ്ങളിൽ കാണുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും കാണാൻ കഴിയും. ആ കറുത്ത കുതിര സൂചിപ്പിക്കുന്നത് ക്ഷാമത്തെയും ദാരിദ്ര്യത്തെയും പട്ടിണിയെയും ഈ ഇല്ലായ്മയുടെ കാലത്തെയുമാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചെന്നറിയില്ല.
എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. എണ്ണയും വീഞ്ഞും സൂചിപ്പിക്കുന്നത് ക്രിസ്ത്യാനികളെയാണ്, വിശ്വാസികളെയാണ്. അതെങ്ങനെയാണ്? എണ്ണയും വീഞ്ഞും ക്രിസ്ത്യാനികളുടെ കൂദാശകളിൽ, അവരുടെ ആരാധനയിൽ ഉപയോഗിച്ചിരുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ വിനാശം വരുമ്പോൾ അത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ ബാധിക്കില്ല എന്ന ഒരു ധ്വനിയാണ് എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത് എന്നതിന് ഉള്ളത്. അതുപോലെ തന്നെ അത് ഇല്ലായ്മയും പട്ടിണിയും സൂചിപ്പിക്കുന്നതായും നമുക്ക് വേണമെങ്കിൽ വായിക്കാൻ കഴിയും. ഇനി 4-ാമത്തെ കുതിര, അത് വിളറിയ കുതിര എന്നാണ് നമ്മൾ വായിക്കുന്നത്. പെയിൽ ഗ്രീൻ എന്നാണ്, വിളറിയ പച്ചക്കളർ എന്നാണ് അതിൻ്റെ കൃത്യമായ തർജ്ജമ. ക്ലോറോസ് എന്ന് പറയുന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ക്ലോറോഫിൽ, ക്ലോറോഫോം, ഇങ്ങനെയുള്ള വാക്കുകൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ വിളറിയ പച്ച, അത് എന്തിൻ്റെ സൂചനയാണ്? ഈ രക്തം കുറഞ്ഞുപോയ, രക്തക്കുറവുള്ള ശരീരത്തിന് വരുന്ന നിറമാണ് ഈ വിളറിയ പച്ച. അത് രോഗത്തെയും മരണത്തെയും സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. അപ്പോൾ ഈ കുതിര സൂചിപ്പിക്കുന്നത് മഹാമാരികൾ, മാരക രോഗങ്ങൾ, അതിൻ്റെ ഫലമായുണ്ടാകുന്ന മരണം. അപ്പോൾ ഈ 4 കുതിരകളും ആ കുതിരപ്പുറത്തിരിക്കുന്നവരും, 7 മുദ്രകളിലെ ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുമ്പോൾ വരുന്ന വെള്ളക്കുതിരയും, അതുപോലെ ചുവന്ന നിറമുള്ള കുതിരയും, കറുത്ത നിറമുള്ള കുതിരയും, 4-ാമത്തെ വിളറിയ പച്ചക്കളറിലെ ആ നിറത്തിലെ കുതിരയും, ഈ 4 കുതിരകൾ, ആ കുതിരപ്പുറത്തിരിക്കുന്നവർ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. 1 അധികാരമോഹം, 2 യുദ്ധങ്ങളും കലാപങ്ങളും അതിൻ്റെ ഫലമായുണ്ടാകുന്ന രക്തച്ചൊരിച്ചിൽ, 3 പട്ടിണിയും ദുരിതവും ക്ഷാമവും, 4-ാമത്തേത് മഹാമാരികളും രോഗവും മരണവും. ഈ 4 കാര്യങ്ങൾ നമുക്കറിയാം, നമുക്ക് ലോകത്ത് ഇന്ന് മനുഷ്യൻ കാണുന്ന, മനുഷ്യൻ അനുഭവിക്കുന്ന 4 കാര്യങ്ങളാണ്. ഈ 4 ജീവികൾ വിളിക്കുമ്പോൾ കയറി വരുന്ന 4 കുതിരകൾ സൂചിപ്പിക്കുന്ന ഈ വിനാശങ്ങൾ സത്യത്തിൽ എന്തിൻ്റെ അടയാളമാണ്? അവ സൂചിപ്പിക്കുന്നത് മനുഷ്യൻ ഈ ദുരിതങ്ങൾ കാണുമ്പോൾ മനുഷ്യൻ അനുതാപത്തിലേക്ക് കടന്നു വരണം. ഈ വിനാശങ്ങളെല്ലാം തന്നെ മനുഷ്യനെ ക്രിസ്തുവിലേക്ക് തിരികെ വരാൻ മാടി വിളിക്കണം, പ്രേരിപ്പിക്കണം, സ്വാഗതം ചെയ്യണം. അതാണ് ഈ വിനാശങ്ങൾ ലോകത്ത് സംഭവിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട സ്വാഭാവികമായ പ്രതികരണം. അങ്ങനെ സംഭവിച്ചാൽ ഇനി വരാൻ പോകുന്ന 6ഉം 7ഉം മുദ്രകൾ തുറക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന വിനാശത്തിൽ നിന്ന് മാനവകുലം രക്ഷപ്പെടും. ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഈ 4 കുതിരകളെ സംബന്ധിക്കുന്ന വിവിധങ്ങളായ വ്യാഖ്യാനങ്ങൾ ലോകത്തുനിന്ന് നിലവിലുണ്ട്. ചിലർ ഈ 4 കുതിരകളെ 1-ാമത്തേതിനെ ക്യാപിറ്റലിസമായിട്ടും, 2-ാമത്തേതിനെ കമ്മ്യൂണിസമായിട്ടും, 3-ാമത്തേതിനെ ഫാസിസമായിട്ടും, 4-ാമത്തേതിനെ ഇസ്ലാമായിട്ടും ഒക്കെ വിശേഷിപ്പിക്കുന്ന വ്യാഖ്യാനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കത്തോലിക്കാ തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനങ്ങളോട് ചേർന്ന് നിന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട ബൈബിൾ പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ശൈലികളും വ്യാഖ്യാനങ്ങളുമാണ് കുറെ കൂടി ഗൗരവമായി എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാലഘട്ടത്തിൽ യൂട്യൂബിലും അതുപോലെ തന്നെ സൈബർ ഇടങ്ങളിലെല്ലാം ഈ അധ്യായത്തിലെ ആദ്യത്തെ 4 കുതിരകളെയും കുതിരക്കാരെയും ഒക്കെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന പ്രബോധനങ്ങൾ കണ്ടെത്തി എന്ന് വരാം. ഇത്തരം കാര്യങ്ങളോട് നമ്മൾ കൂടുതൽ ഒരു ഹൃദയ മമത പുലർത്താതിരിക്കുന്നതാണ് നല്ലത്. ഓരോരുത്തരും താങ്കൾക്കിണങ്ങിയ വിധത്തിൽ വചനം വ്യാഖ്യാനിക്കുമ്പോൾ അതിന് തീർച്ചയായും ദൂരവ്യാപകമായ ഫലങ്ങൾ, ദുരന്ത ഫലങ്ങളുണ്ടെന്നുകൂടി നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതിനെല്ലാം പല രീതിയിൽ ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വ്യാഖ്യാനിച്ച് ഒരുതരം ഭയം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ബൈബിൾ പ്രബോധനങ്ങൾ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അത്തരം പ്രബോധനങ്ങളോട് ഹൃദയം കൊണ്ട് ഒരടുപ്പം എനിക്ക് തോന്നിയിട്ടില്ല. നമുക്ക് തിരുസഭയുടെ ഔദ്യോഗികമായ ആധികാരികമായ പ്രബോധനങ്ങളോട് ചേർന്നുള്ള വ്യാഖ്യാനങ്ങളാണ് നമുക്ക് ബൈബിൾ കൃത്യതയോടെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ 4 മുദ്രകൾ കുഞ്ഞാട് തുറക്കുമ്പോൾ, ഈ 4 സീലുകൾ തുറക്കുമ്പോൾ ലോകത്തുണ്ടാവുന്ന 4 വിനാശങ്ങളെക്കുറിച്ച് സൂചന കിട്ടുന്നു. ആ വിനാശങ്ങൾ അന്നത്തെ കാലത്ത് ജെറുസലേമിൽ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് ജെറുസലേമിന് നേരെ നടന്ന ഒരു വിധി പ്രഖ്യാപനമാണ്. അവിടെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ചരിത്രത്തിൽ അന്ന് സംഭവിച്ചിട്ടുണ്ട്. അതവർക്ക് വേണ്ടി മാത്രം പറഞ്ഞിരിക്കുന്നതല്ല, ലോകത്തിൻ്റെ
അന്ത്യത്തോടടുക്കുമ്പോൾ, രക്ഷാകര പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തോടടുക്കുമ്പോൾ ലോകത്തിൽ ഈ 4 കാര്യങ്ങൾ വിവിധങ്ങളായ വിധത്തിൽ പ്രത്യക്ഷപ്പെടും. അത് ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴുണ്ട്, ഇനി അത് വർദ്ധമാനമാവുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മളെ സൂചിപ്പിക്കേണ്ട, അല്ലെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ്? ഇവ നമുക്ക് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയിലേക്ക് തിരികെ വരുന്നതിനും അനുദപിച്ച് സുവിശേഷം വിശ്വസിക്കുന്നതിനുമുള്ള വേക്കപ്പ് കോളുകളാണ്, ഉണർത്തുപാട്ടുകളാണ്, അല്ലെങ്കിൽ നമ്മളെ മാടി വിളിക്കുന്ന ദൈവത്തിൻ്റെ സ്വാഗത സ്വരമാണ്. അതുകൊണ്ട് അനുദപിച്ച് യേശുവിലേക്ക് മടങ്ങി വരാൻ ഈ വിനാശത്തെ സംബന്ധിക്കുന്ന പ്രവചനദൂതുകൾ നമ്മളെ ക്ഷണിക്കുകയാണ്. രണ്ടാമത്തേത്, ഇവയെല്ലാം തന്നെ സംഭവിക്കുന്നത് സിംഹാസനസ്ഥൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞാട് വാങ്ങിയ ചുരുളിലെ മുദ്രകൾ കുഞ്ഞാട് തുറക്കുമ്പോഴാണ്. അതായത് ഇവയെല്ലാം സംഭവിക്കുന്നത് കുഞ്ഞാടിൻ്റെ സമ്പൂർണമായ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ഏത് വിനാശം ലോകത്തിൽ സംഭവിച്ചാലും അവയെല്ലാം അവരെ ബാധിക്കാതെയും അവ അവർക്ക് നന്മയായി മാറുന്ന വിധത്തിലും പരിണമിക്കും. അതുകൊണ്ട് തന്നെ ഈ വിനാശങ്ങളെ നമ്മൾ ഭയപ്പെടുകയല്ല, നമ്മൾ കുഞ്ഞാടായ യേശുക്രിസ്തുവിനെ കൂടുതൽ ആശ്രയിച്ചും സ്നേഹിച്ചും ഏത് വിനാശത്തിൻ്റെ നടുവിലും നമുക്ക് സംരക്ഷണമുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഇത് വിശ്വാസികൾക്ക് എഴുതപ്പെട്ടിരിക്കുന്നത്. നല്ല ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവേ, ഇന്ന് ഈ 6-ാം അധ്യായത്തിലെ 4 മുദ്രകൾ തുറക്കുന്നതിനെ സംബന്ധിക്കുന്ന പ്രബോധനം ഞങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, ഞങ്ങൾക്ക് ശരിയായ അനുതാപം ഉണ്ടാകാനും ഞങ്ങൾ യേശുക്രിസ്തുവിനെ ആഴത്തിൽ വിശ്വസിക്കാനും ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട രക്ഷയുടെ മർമ്മം തിരിച്ചറിഞ്ഞ് യേശുവിനെ സ്നേഹിച്ചും ആരാധനാ സമൂഹമായി ദൈവത്തെ ആരാധിച്ചും അനുഗ്രഹത്തോടെ ജീവിക്കാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെ കാണുന്നത് വരെ ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.